എല്ലാവർക്കും നമസ്കാരം. പ്രിയമുള്ളവരെ, കുറച്ച് ദിവസമായി എൻ്റെ പ്രിയപ്പെട്ടവരുമായിട്ട് അല്പം കാര്യങ്ങൾ സംസാരിക്കുകയോ സംവദിക്കുകയോ ഒക്കെ ചെയ്തിട്ട് ഇന്ന് പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരോട് ചർച്ച ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത് രണ്ട് മഹാന്മാരായ സാറന്മാരുടെ കഥയാണ്. കേരളത്തിൽ അറിയപ്പെടുന്ന വളരെ പ്രശസ്തരും അതിനേക്കാൾ കുപ്രസിദ്ധി ആർജിക്കുന്ന തരത്തിൽ കേരള സമൂഹത്തിൽ വിവിധ ചെയ്വനകൾ ചെയ്ത രണ്ട് മഹത് വ്യക്തികളാണ്. ഒന്ന് ശ്രീ കിറ്റക്സ് സാബു എന്ന പേരിൽ അറിയപ്പെടുന്ന സാബു ജേക്കബ് കിഴക്കമ്പലം. അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ചില നിലപാടുകൾ പ്രഖ്യാപിക്കുകയുണ്ടായി. രാഷ്ട്രീയത്തെ ഉറ്റുനോക്കുന്ന വ്യക്തികൾ എന്ന നിലയിൽ, അല്ലെങ്കിൽ പൗരബോധമുള്ള ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ ശ്രീ സാബു ജേക്കബിൻ്റെ ചെയ്തികളെ നമ്മളൊന്ന് പഠിക്കുകയാണ്, അല്ലെങ്കിൽ ഒന്ന് ചർച്ച ചെയ്യുകയാണ്. ശ്രീ സാബു ജേക്കബ് കേരളത്തിലെ, വിശിഷ്യ എറണാകുളം ജില്ലയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച് വളർന്നു ബിസിനസ്സിലൂടെ വളർന്നു വന്നിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് മുൻകാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുമായിട്ട് ഉണ്ടായ ചില പ്രശ്നങ്ങളുടെ കാരണം അദ്ദേഹം ഇടത് വലത് മുന്നണികളെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ നാട്ടിലൊരു പുതിയ സ്വർഗം, ഒരു പറുദീസ ഉയർത്തിത്തരാം, ഒരു കനാൻ ദേശം ഈ നാട്ടിൽ തുറന്നു തരാമെന്ന് പറഞ്ഞുകൊണ്ട് മോഹന സുന്ദര വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് 2020 എന്ന പേരിൽ കിഴക്കമ്പലം ആസ്ഥാനമാക്കി, അല്ലെങ്കിൽ എറണാകുളം ജില്ല ആസ്ഥാനമാക്കിക്കൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പടുത്തുയർത്തുകയുണ്ടായി. ആ നാട്ടിലെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളും നിഷ്പക്ഷമതികളായ കുറച്ച് ആളുകളും ഈ പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കുകയും ഈ രണ്ട് മുന്നണികളെയും, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UDFനെയും CPMൻ്റെ നേതൃത്വത്തിലുള്ള LDFനെയും മറികടന്നുകൊണ്ട് ഈ നാട്ടിൽ എന്തൊക്കെയോ ഒരു പുതിയ വിപ്ലവം നടപ്പിലാക്കാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആ ജനങ്ങൾ ഈ 2020യെ പിന്തുണയ്ക്കുന്ന ഒരു കാഴ്ച നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടു. എന്നാൽ സാബു ജേക്കബിൻ്റെ പാർട്ടിയെ വിശ്വസിക്കുന്ന ആളുകളെ വഞ്ചിക്കുന്ന തരത്തിൽ, പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളെ ചതിച്ചുകൊണ്ട് NDA പക്ഷത്തേക്ക്, അല്ലെങ്കിൽ BJP നേതൃത്വം നൽകുന്ന NDA പക്ഷത്തേക്ക്, നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്ന് പറയുന്ന ആ പക്ഷത്തേക്ക് അദ്ദേഹം മാറുമ്പോൾ, പ്രിയപ്പെട്ട സാബു ജേക്കബെ, അങ്ങ് മാറാൻ എടുത്ത ആ ദിവസത്തെപ്പറ്റി, അല്ലെങ്കിൽ അതിന് തൊട്ടടുത്ത ദിവസം, ഇന്നത്തെ ദിവസം നമ്മളൊന്ന് ചർച്ച ചെയ്യുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതാണ്. 23/1/1999 എന്ന ദിവസം അങ്ങ് ഒന്ന് ചിന്തിക്കണം. അങ്ങ് കഴിഞ്ഞ ദിവസമാണ് പത്രസമ്മേളനം നടത്തിയതെങ്കിലും 22 എന്നുള്ളത് 23 എന്നുള്ള ഇന്നത്തെ ദിവസമാണ് അത് പത്രത്തിലൂടെ വെളിയിൽ വന്നിരിക്കുന്നത്. ഇന്നലെ ചാനലുകൾ ബ്രോഡ്കാസ്റ്റ് ചെയ്തു എങ്കിൽ തന്നെയും പത്രമാധ്യമങ്ങളിൽ ഇന്നത് വായിച്ചപ്പോൾ ഈ ദിവസത്തെപ്പറ്റി ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു മാനുഷിക സ്നേഹി എന്നുള്ള നിലയിൽ ഞാൻ ചിന്തിക്കുന്നത്, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, ഒറീസയിൽ ശ്രീ ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയൻ മിഷണറി പാവപ്പെട്ട കുഷ്ഠരോഗികളെ ചികിത്സിക്കുന്നതിന് വേണ്ടി തൻ്റെ കുടുംബത്തോടൊപ്പം ഒറീസ എന്ന് പറയുന്ന സംസ്ഥാനത്ത് വന്ന് സാധാരണക്കാർക്ക് വേണ്ടി, പട്ടിണിക്കാർക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച ആ മനുഷ്യസ്നേഹിയെ ദാരാ സിംഗ് എന്ന് പറയുന്ന ബജറംഗ് ദളിൻ്റെ പ്രവർത്തകൻ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ശ്രീ ഗ്രഹാം സ്റ്റെയിൻസിനെയും അദ്ദേഹത്തിൻ്റെ മകനായ 10 വയസ്സുള്ള ഫിലിപ്പിനെയും ഓമനത്വം തുളുമുന്ന തിമോത്തി എന്ന് പറയുന്ന 6 വയസ്സുകാരനെയും ചുട്ടുകൊന്ന
ദിവസത്തിൻ്റെ അനുസ്മരണ ദിവസമാണ് പ്രിയപ്പെട്ട സാബു ജേക്കബ്. ഈ ദിവസം നിങ്ങൾ ആരോടുകൂടെയാണ് കൂട്ടുകൂടിയിരിക്കുന്നത്? നിങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിന് ഞങ്ങൾ ആരും എതിരല്ല. ഇവിടുത്തെ UDF LDF എതിരല്ല. തങ്ങൾക്ക് ഇവിടെ വ്യവസായം നടത്തുന്നതിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തവരാണ് ഇവിടുത്തെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ആളുകൾ. താങ്കൾക്ക് ഇലക്ഷനിലേക്ക് താങ്കൾ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ഇറങ്ങി വന്നപ്പോൾ അതിനെ പിന്തുണച്ചവരാണ് ഈ നാട്ടിലെ മതന്യൂനപക്ഷങ്ങളും ഭൂരിപക്ഷ സമുദായങ്ങളും എല്ലാം, കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം. പക്ഷെ നിങ്ങൾ ഇപ്പോഴീ കാണിച്ചതുണ്ടല്ലോ, ഇവിടെ ഈ കഴിഞ്ഞ ക്രിസ്മസ് എന്ന് പറയുന്ന ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ആഘോഷിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ തിരുപ്പിറവിയുടെ അനുസ്മരണാർത്ഥം കൊണ്ടാടുന്ന ഒരാഘോഷമാണ്. അത് പണ്ഡിതനോ പാമരനെന്നോ പണമുള്ളവനെന്നോ പണമില്ലാത്തവനെന്നോ അല്ലെങ്കിൽ ജാതിയോ മതമോ വേറുകൃത്യങ്ങളോ ഒന്നുമില്ല. ആ രീതിയിൽ ലോകം മുഴുവനും ആഘോഷിക്കുന്ന ആ ക്രിസ്മസിനെ അങ്ങ് വടക്കേ ഇന്ത്യയിൽ വളരെ ക്രൂരമായിട്ട് ഈ പറയുന്ന ബജറംഗ് ദളിന്റെ പ്രവർത്തകരും ഈ പറയുന്ന BJPയുടെ ആളുകളും ആക്രമിക്കുമ്പോൾ താങ്കൾ പിറവി കൊണ്ട ആ സമുദായത്തോട് കൂറില്ലാതെ താങ്കൾ എന്ത് മാനവികതയാണ് ഈ സമൂഹത്തിന് താങ്കൾ സമ്മാനിക്കുവാൻ പോകുന്നത്? താങ്കളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു പ്രസ്ഥാനത്തെ കൊണ്ടുപോയി BJPയുടെ പാളയത്തിൽ കൊണ്ട് കെട്ടുന്നതാണോ താങ്കളുടെ മാന്യത എന്ന് പറയുന്നത്? രാഷ്ട്രീയത്തിൽ ആർക്കും എവിടെയും പോകാനും വരുവാനും ഒക്കെയുള്ള അവകാശങ്ങളുണ്ട്. പക്ഷെ താങ്കളെപ്പോലെ മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് വാങ്ങി വിജയിച്ചു വന്ന ഒരു മാന്യദേഹം ചെയ്യുവാൻ പാടില്ലാത്ത ആത്മഹത്യപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അങ്ങ് ചെയ്തിരിക്കുന്നത്. അത് കാണുമ്പോൾ മിണ്ടാതിരിക്കുവാനോ അല്ലെങ്കിൽ മൗനം പാലിക്കുവാനോ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് കഴിയില്ല. കാരണം താങ്കളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും താങ്കൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുകയും ചെയ്തിട്ടുള്ളത് ഈ നാട്ടിലെ മതന്യൂനപക്ഷങ്ങളും പിന്നാക്ക സമുദായത്തിൽപ്പെട്ട ആളുകളുമാണ്. അവരുടെ പിന്തുണയിലാണ് നിങ്ങൾ അവിടെ ഒരു സാമ്രാജ്യം എറണാകുളത്തും ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും കെട്ടി ഉയർത്തിയത്. താങ്കൾക്ക് അമേരിക്കയിലേക്ക് ഓർഡറുകൾ ലഭിക്കുന്നത് ഇവിടെ നിന്ന് പോയ മലയാളി സമൂഹത്തിൻ്റെ പിന്തുണയിലാണ്. അതൊന്നും മനസ്സിലാക്കാതെ BJPയുടെ ഒരു ചെറു കൂട്ടുകെട്ടുണ്ടാക്കിക്കൊണ്ട് താങ്കളുടെ ബിസിനസ് വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ചെയ്ത ഈ പൊറാട്ട് നാടകം ഈ കേരളത്തിലെ ജനങ്ങൾ ഓർക്കും, അവർ മറന്നു പോകില്ല എന്നുള്ള യാഥാർത്ഥ്യവും അങ്ങ് മനസ്സിലാക്കണം. അത് അങ്ങയെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങയോട് ഈ രീതിയിൽ ഞങ്ങൾ സംസാരിക്കുന്നത്. മറ്റൊരു സാറ്, ആദ്യത്തെ സാറാണിത്, ഇത് ഞാൻ അത്രയും പറഞ്ഞങ്ങ് നിർത്തുകയാണ്. രണ്ടാമത്തെ ഒരു സാറുണ്ട്. ഈ കേരളത്തിൽ ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ മരണപ്പെട്ടപ്പോൾ ഈ കേരള സമൂഹം അവർക്ക് അർഹമായിട്ടുള്ള ആദരവുകൾ നൽകിയാണ് അവരെ യാത്ര അയച്ചിട്ടുള്ളത്. പക്ഷേ അതിൽ നിന്നൊക്കെ തികച്ചും വിഭിന്നമായിട്ട് കേരള ജനത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ഒരു മനുഷ്യൻ്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ ശവമഞ്ചവുമായിട്ട് പോകുന്ന വാഹനത്തിൻ്റെ പിന്നാലെ ഓടിപ്പോയി ചങ്ക് പൊട്ടി സ്വന്തം സഹോദരനോ സ്വന്തം മാതാപിതാക്കളോ മരണപ്പെട്ടാൽ ഉണ്ടാവുന്ന അതേ വേദനയിൽ അല്ലെ അതിനേക്കാൾ കൂടിയ തീവ്രതയുള്ള വേദനയിൽ നെഞ്ചു പൊട്ടി ഉമ്മൻചാണ്ടി സാറേ എന്ന് വിളിച്ച് കരഞ്ഞു വിലപിച്ച നൂറുകണക്കിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ അവരുടെ ആശയും ആവേശവും അവരുടെ വിലാപങ്ങൾക്ക് അവരുടെ കണ്ണീരൊപ്പുവാനുണ്ടായിരുന്ന പാവങ്ങളുടെ പടനായകനായ ഉമ്മൻചാണ്ടി സാർ, ആ ഉമ്മൻചാണ്ടി സാറിനെ ആക്ഷേപിക്കുന്ന തരത്തിൽ വർത്തമാനം പറഞ്ഞ ഒരു മാന്യദേഹം പത്തനാപുരത്തിൻ്റെ MLA ആയിട്ട് പ്രവർത്തിക്കുന്ന ശ്രീ ഗണേഷ് കുമാർ സാർ, അങ്ങ് മനസ്സിലാക്കണം. അങ്ങ് ഉമ്മൻചാണ്ടി സാറിനെതിരെ വളരെ വാദോരാതെ വർത്തമാനം പറയുന്നു. ഉമ്മൻചാണ്ടി സാറ് അങ്ങയുടെ കുടുംബം തകർത്തു എന്ന് പറയുന്നു. ഉമ്മൻചാണ്ടി സാറ് അങ്ങയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് അങ്ങയെ മാറ്റിമറിച്ചു എന്ന് പറയുന്നു. ഏത് തരത്തിലാണ് അങ്ങയോട് ഉമ്മൻചാണ്ടി സാർ ദ്രോഹം ചെയ്തത്? ഉമ്മൻചാണ്ടി സാറിൻ്റെ മനസ്സ് തുറന്ന് അദ്ദേഹം പറഞ്ഞു വരുന്നുവെങ്കിൽ അങ്ങക്ക് ഇന്ന് ഈ ഭൂമുഖത്ത് ജീവിക്കുവാൻ പോലും പറ്റാത്ത രീതിയിലുള്ള മാനഹാനി ഉണ്ടാകുമായിരുന്നു. അങ്ങയുടെ ഭവനത്തിൽ കയറി മർദ്ദിച്ചത് ശ്രീ ഉമ്മൻചാണ്ടി സാറാണോ? അങ്ങയുടെ പാർട്ടിയുടെ ചെയർമാനായിരുന്ന അങ്ങയുടെ പിതാവ് താങ്കളെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് പ്രവർത്തിക്കുക ഒരു UDF എന്ന് പറയുന്ന മുന്നണിക്ക് അതിൻ്റെതായ കെട്ടുറപ്പുണ്ട്. അതിൻ്റെ ചെയർമാൻമാർ പറയുന്ന അല്ലെങ്കിൽ പാർട്ടിയുടെ അവകാശികൾ ഉടമപ്പെടുത്തിയവരാണോ ആരാണോ അവർ പറയുന്നത് അനുസരിക്കേണ്ട ഒരു ബാധ്യത UDFനുണ്ട്. അന്നത്തെ അങ്ങയുടെ പാർട്ടിയുടെ ചെയർമാനായിരുന്ന ശ്രീ ബാലകൃഷ്ണപിള്ള സാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്
അങ്ങയെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തിയത്? അതിന് ഉമ്മൻചാണ്ടിക്ക് മാത്രമായിട്ട് അങ്ങയെ കൊണ്ടുപോകാൻ കഴിയുമോ? അങ്ങനെ ഒരു മുന്നണി സംവിധാനം ഉണ്ടാകുമോ? മുന്നണിയുടെ കൂട്ടായ കെട്ടുറപ്പിന് മുന്നണി സംവിധാനത്തിൻ്റെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആളുകൾ ആ പാർട്ടിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ അതിൻ്റെ MLA അതിനകത്ത് ഉൾപ്പെടുത്തണമോ പിൻവലിപ്പിക്കണമോ എന്ന് കത്ത് നൽകിയാൽ അതനുസരിക്കുന്ന ബാധ്യത മാത്രമേ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടിക്കുള്ളൂ. അതാണ് ഉമ്മൻചാണ്ടി ചെയ്തത്. അല്ലാതെ അങ്ങയുടെ പിതാവ് ചെയ്ത കാര്യത്തിന് തെറ്റെന്ന് പറയാതെ അത് കത്ത് കൊടുത്ത് താങ്കളെ പിൻവലിപ്പിച്ച ഉമ്മൻചാണ്ടി കുറ്റക്കാരനാണ്, അദ്ദേഹമാണ് പുറത്താക്കിയെന്ന് പറയുന്നത് തികച്ചും ബാലിശമല്ലേ? അങ്ങയോട് എന്ത് ദ്രോഹമാണ് ഉമ്മൻചാണ്ടി ചെയ്തത്? അല്ലെങ്കിൽ ഈ പൊതുസമൂഹത്തോട് ഉമ്മൻചാണ്ടി എന്ത് ദ്രോഹമാണ് ചെയ്തത്? ഇവിടെ ഇടതുപക്ഷക്കാർ നാഴികയ്ക്ക് 40 വട്ടം സോളാർ എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ ഇത്രയും ക്രൂരമായിട്ട് വേട്ടയാടിയില്ലേ? ഇപ്പോഴും വേട്ടയാടിയിട്ട് ആ കുടുംബത്തിന് നേരെ നിങ്ങൾ തിരിയുന്നത് എന്ത് മാന്യതയുടെ പുറത്താണ്? ശ്രീ ചാണ്ടി ഉമ്മനെതിരെ നിങ്ങൾ വാക്സരങ്ങൾ ചൊരിഞ്ഞു വിടുന്നുണ്ടല്ലോ. നിങ്ങൾ ശ്രീ ചാണ്ടി ഉമ്മനെയും അല്ലെങ്കിൽ ആ കുടുംബത്തെയും ആക്ഷേപിക്കുവാൻ എൻ്റെ മനസ്സിൽ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാനത് തുറന്നു പറയുന്നില്ലെന്ന് പറയും. നിങ്ങൾ തുറന്നു പറയൂ, കേരളത്തിലെ ജനങ്ങൾ അറിയട്ടെ. നിങ്ങൾ പറയുന്നതല്ല ഉമ്മൻചാണ്ടി എന്നും. ഉമ്മൻചാണ്ടി ഈ നാട്ടിലെ ഒരു തുറന്ന പുസ്തകമായിരുന്നു. അദ്ദേഹത്തെ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അറിയാം. അദ്ദേഹത്തിൻ്റെ ജീവിത വഴികൾ അറിയാം. അദ്ദേഹം തെറ്റായ വഴിയിൽ പോകുന്ന ഒരു മനുഷ്യനായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ ഇന്നും എഴുതി വച്ചിട്ടുണ്ട്, ആ മനുഷ്യൻ നീതിമാനായിരുന്നു. അങ്ങനെ എത്ര പേർക്ക് പറയാൻ കഴിയും? നീതിബോധത്തോടുകൂടി പ്രവർത്തിച്ച ഒരു ഭരണകർത്താവ്, ന്യായത്തോടുകൂടി പ്രവർത്തിച്ച ഒരു ഭരണകർത്താവ് ഇത്രയും കാലത്തിനിടയിൽ ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാരും ഇടതുപക്ഷക്കാരും BJPക്കാരും ഒരു മനസ്സോടുകൂടി പറയുന്നത് ഉമ്മൻചാണ്ടി നീതിമാനായ മനുഷ്യനായിരുന്നു എന്നാണ്. താങ്കൾ അതിന് വിപരീതമായിട്ട് പറയുമ്പോൾ ആ പറയുന്നതിന് തെളിവ് പുറത്തുവിടുവാനും താങ്കൾ തയ്യാറാവണം. അല്ലാതെ കാടടച്ച് വെടിവെച്ചുകൊണ്ട് ഞങ്ങളൊക്കെ ഈ നാട്ടിലെ നിഷ്പക്ഷമതികളായിട്ടുള്ള ആളുകൾ ഹൃദയം തുറന്ന് സ്നേഹിക്കുന്ന ഉമ്മൻചാണ്ടി സാറിനെ പോലെയുള്ള ഒരു മനുഷ്യ സ്നേഹിയെ ഇങ്ങനെ കാടടച്ച് ചെളിവാരി എറിയുവാൻ ഞങ്ങൾ അനുവദിക്കില്ല. താങ്കൾ ആ പറഞ്ഞ വാചകങ്ങൾ തിരുത്തേണ്ടിയിരിക്കുന്നു. താങ്കളത് തിരുത്തണം. കാരണം ഒരു മനുഷ്യ സ്നേഹിക്കെതിരെ ഒരിക്കലും പറയുവാൻ പാടില്ലാത്ത കാര്യമാണ് അങ്ങ് പറഞ്ഞിരിക്കുന്നത്. അത് അങ്ങ് തിരുത്തുക തന്നെ വേണം. ഈ നാട്ടിലെ ജനങ്ങൾ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം എന്ത് തെറ്റാണ് ചെയ്തത്? അങ്ങയുടെ മനസാക്ഷിയോട് അങ്ങ് ചോദിക്കൂ. നിങ്ങൾ ചെയ്ത തെറ്റുകൾക്ക് നിങ്ങളുടെ മക്കളെ പിരിച്ചു എന്ന് പറയുന്നു. ഞാനും ഭാര്യയും മക്കളും ഒക്കെ ഉള്ള ഒരാളാണ്. എൻ്റെ മക്കൾ എന്നെ വിട്ടുപിരിഞ്ഞു പോകുവാൻ ഞാൻ അവസരം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യേണ്ടത്. എൻ്റെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ ചില അതിരുകളുണ്ട്. ആ അതിരുകൾ പാലിച്ച് ഒരു സർക്കിളിനകത്ത് ഒതുങ്ങിക്കൂടി എൻ്റെ കുടുംബമെന്നുള്ള ആ കുടുംബത്തെ സ്നേഹിക്കുന്ന ആൾ ആ കുടുംബത്തിൻ്റെ ചുറ്റളവിനകത്ത് നിൽക്കണം. അങ്ങക്കെതിരെ പരാതി പറഞ്ഞത് ഉമ്മൻചാണ്ടി സാറാണോ? അങ്ങ് വിവാഹം കഴിച്ച അങ്ങയുടെ ആദ്യ ഭാര്യ തന്നെയല്ലേ താങ്കൾക്കെതിരെ പരാതിയുമായിട്ട് വന്നത്? താങ്കളുടെ കുടുംബത്തിൽ തന്നെ സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ എത്രയോ തർക്കങ്ങൾ നിലനിൽക്കുന്നു. ഈ 3.25 നാഴിക ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ തർക്കങ്ങൾ ഉണ്ടാക്കുന്നത്? രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയായാലും ഇങ്ങനെയൊന്നും പറഞ്ഞു പഠിക്കരുത് സാർ. അത് വളരെ തെറ്റായിപ്പോയി. അത് അങ്ങയുടെ ആ പ്രസ്താവനകൾ ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്ന ജനതയുടെ ഹൃദയത്തിലേക്ക്, അത് കോൺഗ്രസ്സുകാരനെന്നോ കമ്മ്യൂണിസ്റ്റുകാരനെന്നോ BJPക്കാരനെന്നോ ഒന്നുമല്ല, ക്രിസ്ത്യാനിയോ ഹിന്ദുവോ മുസ്ലിമോ എന്നല്ല, ഈ നാട്ടിലെ ബഹുജനങ്ങൾ ഉമ്മൻചാണ്ടി സാറിനെ വലിയ അളവിൽ സ്നേഹിക്കുന്നുണ്ട്, ആ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ട്. അവരുടെയൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ തീ വാരി ഇടാൻ അങ്ങ് തയ്യാറാവരുത്. താങ്കൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരു മനുഷ്യനാണ്. പിന്നെ പത്തനാപുരത്തിൻ്റെ കാര്യം, കഴിഞ്ഞ 10-25 വർഷക്കാലമായിട്ട് അങ്ങ് അവിടെ ഭരിക്കുകയാണ്, അവിടുത്തെ MLA ആയിട്ടിരിക്കുക. അവിടുത്തെ ജനങ്ങൾ താങ്കളെ വെറുത്തു കഴിഞ്ഞു. അത് ആരുടെയും തെറ്റല്ല, താങ്കളുടെ ചെയ്വനകൾ കൊണ്ടാണ്. അവിടെ കോൺഗ്രസിൻ്റെ ഏതൊരു UDFൻ്റെ ഏതൊരു സ്ഥാനാർത്ഥി എവിടെ വന്നാലും അവർ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതങ്ങ് മനസ്സിലാക്കണം. അങ്ങ് എന്ത് പൊറാട്ട് നാടകം നടത്തിയാലും ഈ തവണ അങ്ങക്ക് അവിടെ രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളത് അത് വാസ്തവമാണ്. അത് നമുക്ക് ഈ ഇലക്ഷൻ കഴിയുമ്പോൾ അങ്ങക്ക് മനസ്സിലാവും. ഞാനീ പറയുന്നത് ജനങ്ങളുമായിട്ടുണ്ടാക്കിയ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള സമ്പർക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങ് ആദ്യം മനസ്സിലാക്കുക, അങ്ങ് എത്ര ചെളിവാരി എറിഞ്ഞാലും ഉമ്മൻചാണ്ടി സാറിനെ പോലെയുള്ള ഒരു മനുഷ്യനെ കരിവാരി തേക്കുവാൻ നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഒരിക്കലും കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഇതൊക്കെ തിരുത്തണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ 2 സാറുമാരും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എങ്ങോട്ടാണെന്ന് ഒരു ആത്മപരിശോധന നടത്തി മുന്നോട്ട് പോവുക. ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.